ഇന്ന് വിഷുക്കണി ഒരുക്കുന്നതിനെക്കുറിച്ചായാലോ? കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട്. ചില ഭേദഗതികളുണ്ടാവാം. ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണങ്ങൾ ഉള്ളവയാണ്. കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ. തേച്ച് വൃത്തിയാക്കിയ നിലവിളക്കേ ഉപയോഗിക്കാവൂ. ഓട്ടുരുളിയിൽ കണിയൊരുക്കണം. ഉരുളിയും തേച്ച് വൃത്തിയാക്കണം. ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക. ഇതിൽ നാളികേരമുറി വെക്കണം. നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട്. സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം. ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കുന്നത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ് എന്നാണ് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം. ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടി ആണിത്. ദൈവത്തിനൊപ്പം സത്വവും അറിയുക എന്നും സങ്കല്പമുണ്ട്. കൃഷ്ണവിഗ്രഹവും ഇതിനോടടുത്ത് വെക്കാം. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കാൻ പാടില്ല. തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വെക്കണം. കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നവരുമുണ്ട്. നാണയത്തുട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനും ഒപ്പം വേണം വയ്ക്കാൻ. ലക്ഷ്മീദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു. പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും നല്ലതാണ്. കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കണം. ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാകണം കണി കാണേണ്ടത്. ഇത്തവണ ഇങ്ങനെ കണി കാണുമല്ലോ അല്ലേ? ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ.